നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം ദൈവദാസനെ കേട്ടതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതും നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വചനഭാഗങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് തന്റെ ശുശ്രൂഷയുടെ രീതി എന്തായിരിക്കും, താൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഉള്ളടക്കം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ഒരു സിഗ്നൽ തരുന്ന, ഒരു അടയാളം, ഒരു 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 മാർഗനിർദ്ദേശം നൽകുന്ന ചില കാര്യങ്ങളാണ് ഇവയെന്നും, പ്രത്യേകിച്ച് ഇതൊക്കെ സംസാരിക്കപ്പെട്ടിരിക്കുന്നത് അന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ പരീശന്മാരും ശാസ്ത്രിമാരും അതുപോലെ യഹൂദ പ്രമാണികളും ഒക്കെ ഒന്നും അവർക്ക് ഇല്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് അവര് ഭാവിക്കുകയും, കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ യഥാർത്ഥത്തിൽ കുരുടന്മാരായിരുന്നെങ്കിൽ നിങ്ങൾ കണ്ടേനെ, എന്നാൽ നിങ്ങൾ കുരുടന്മാരായിട്ട് കാണുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ന്യായവിധി വരുന്നത് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ എന്നുള്ള വാക്യം 3-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ രീതിയിലായിരുന്നു ഈ യഹൂദ പ്രമാണികളുടെയും മത നേതാക്കന്മാരുടെയും ഒക്കെ ആറ്റിറ്റ്യൂഡ്. ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഉണ്ട് എന്ന് ഒരു കപടഭക്തി എന്നേ അതിനെപ്പറ്റി പറയാനായിട്ട് കഴിയത്തുള്ളൂ. ആ രീതിയിൽ തങ്ങളെ തന്നെ ഹൈലൈറ്റ് ചെയ്യുകയും എടുത്തു കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നതെന്നും, മനുഷ്യന്റെ സാധാരണഗതിയിലുള്ള വിവക്ഷയ്ക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവ് ഇത് പറയുന്നതെന്നും, ഒരു ലോകത്ത് ഒരു രാജ്യം സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനമോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങി വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആരും ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത നിലയിലുള്ള ചില ചിന്തകളും കാര്യങ്ങളുമാണ് കർത്താവ് ഇവിടെ പങ്കുവെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് ഈ പറയപ്പെട്ടിരിക്കുന്ന സ്ഥാനം നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം വളരെ അടുക്കും ചിട്ടയോടും കൂടെ കർത്താവിന്റെ പല ടീച്ചിങ്ങുകളും പറ്റിയും പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ഈ 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം അധ്യായം 29-ാം വാക്യം വരെ വായിക്കുന്നതായിട്ടുള്ള ദൈവവചന ഭാഗങ്ങള്. അതിന്റെ ഓരോ ഡിവിഷൻസും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കർത്താവിന്റെ ദാസൻ വിശദീകരിച്ചല്ലോ. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഇനി 4 കാര്യങ്ങളും കൂടെ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രധാനപ്പെട്ട ഡിസ്കോഴ്സസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്, 13-ാം അധ്യായത്തിൽ വായിക്കുന്ന പാരബിൾസ്, 18-ാം അധ്യായത്തിൽ ശിശുക്കളെ പോലെ ആയി വരുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നത്, അതുപോലെ 24, 25 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒലിവുമലയിലെ കർത്താവിന്റെ പ്രസംഗം, അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ് കർത്താവ് പറയുന്നതായിട്ടുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ അടുക്കും ചിട്ടയോടും കൂടെ മത്തായി പ്രസന്റ് ചെയ്യുന്നതും ഈ മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രധാന ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഈ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോഴും അവിടെ പലപ്പോഴും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കാൻ അറിയുന്നവൻ ഏറ്റവും ശ്രേഷ്ഠൻ, അതുപോലെ ഈ നിലയിലുള്ള ഈ ലോകത്ത് ഉള്ള നിയമാവലികളോ അല്ലെങ്കിൽ ലോകത്തിന്റെ രീതികളോ അല്ല നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. മറിച്ച് ദരിദ്രരായവരും ദുഃഖിക്കുന്നവരും അതുപോലെ സൗമ്യതയുള്ളവരും ഒക്കെ ഉള്ള വ്യക്തികളുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നമുക്കത് വളരെ ആശ്ചര്യമായിട്ട് നമുക്ക് തോന്നും. വേറൊരു കാര്യം നമുക്ക് ഈ കർത്താവ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം, മനുഷ്യന് സ്വയം ശക്തിയുണ്ട്. അത് കർത്താവിന്റെ ദാസൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്വന്തം ശക്തി കൊണ്ട് ഇതൊന്നും നിവർത്തിക്കാനായിട്ട് കഴിയത്തില്ല, മറിച്ച് ദൈവ സഹായത്താൽ മാത്രമേ മനുഷ്യനത് സാധിക്കൂ.
നമുക്കറിയാം കർത്താവ് ഈ പ്രസംഗിക്കുന്ന സമയത്ത് ന്യായപ്രമാണം ചെയ്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പല പല പ്രായോഗികമായ കാര്യങ്ങൾ, ഇങ്ങനെ തുപ്പാവൂ, ഇങ്ങനെ നടക്കാവൂ, ഇങ്ങനെ ഇരിക്കാവൂ, ഇങ്ങനെ പോകാവൂ എന്നൊക്കെയുള്ള അതിന്റെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുള്ളതുപോലെ കുറച്ച് കതിര് പറിച്ച് കയ്യിലിട്ട് ഞെരടി തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൊയ്ത്തിന് സമാനമായിട്ട് അതിനെ വ്യാഖ്യാനിച്ചതായിട്ടുള്ള രീതികളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് ഇത് പറയുന്നത് എന്നുള്ളതും കൂടുതൽ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ പെർഫെക്റ്റ് ആകാൻ നോക്കി അവസാനം അത് ബുദ്ധിയുള്ളവന് മനസ്സിലായി ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാകാൻ സാധ്യതയുള്ള ഒരു സമയത്താണ് അത് നടക്കുന്നത്. എങ്കിലും ഞങ്ങൾക്കെല്ലാം സാധിക്കുന്നു എന്നും ഞങ്ങളെല്ലാം കാണുന്നു എന്നും ഞങ്ങൾക്ക് ഇതൊക്കെ പ്രായോഗികമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നു എന്നും വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം കപടഭക്തരോടാണ് ഇത് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ഇതിൽ തന്നെ നമുക്ക് കാണാം 7-ാം അധ്യായം അവസാനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് മറ്റുള്ളവരെ പോലെ ശാസ്ത്രിമാരെ പോലെ അല്ല സംസാരിച്ചത്, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത് എന്നും ദൈവവചനം വെറുതെ കേട്ട് അത് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരെന്നും അത് പ്രായോഗികമാക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നും പറയുന്ന കാര്യങ്ങളും കൂടെ അതിന് മുകളിലായിട്ട് 7-ാം അധ്യായം അവസാന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീടിന്റെ ഒരു അനുഭവം കൂടെ അവർക്ക് സൂചിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനായിട്ട് ഞാൻ പ്രാരംഭമായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ പുരുഷാരത്തെ കണ്ടാരെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് അരുളി ചെയ്തത് ഉപദേശിച്ചത് എന്തെന്നാൽ, അപ്പം അവൻ ഒരു മലമേൽ കയറി, ഏത് മലയാണ് എന്നവിടെ എഴുതിയിട്ടില്ല, എന്നാൽ ഗലീല കടലിനെ ഫേസ് ചെയ്യുന്ന അവിടെയുള്ള മല ആയിരിക്കും എന്ന് വിവക്ഷിക്കപ്പെടുന്നു. അങ്ങനെ ആ മലമേൽ കയറി ഈ പറഞ്ഞ സമയം ഏതാണ്? ഈ കർത്താവ് ഇതെല്ലാം ഈ പറയുന്ന പോലെ മത്തായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ചാണോ പറഞ്ഞിരിക്കുന്നത്, അതോ പല സമയത്തായിട്ട് പറഞ്ഞ കാര്യങ്ങളെ മത്തായി ഒരുമിച്ച് ക്രോഡീകരിച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് നമ്മൾ കർത്താവ് പറഞ്ഞതായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും ഈ കർത്താവ് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെ ക്രോഡീകരിച്ച് മത്തായി പറഞ്ഞിരിക്കാനാണ് സാധ്യത എന്നും ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗത്ത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ സത്യത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 49 വരെയുള്ള വാക്യത്തിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ സമാനമായ ടീച്ചിങ്സ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു പോകും, ഈ 4 സുവിശേഷകന്മാര് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇതൊക്കെ പരസ്പരം കോൺട്രഡിക്ഷൻ ആണോ? അല്ല. നമുക്കറിയാം കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷം പല ജനവിഭാഗങ്ങളുടെ ഇടയിൽ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പല ജനവിഭാഗങ്ങളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുകയും അവരോട് കർത്താവ് ആരാണെന്ന് പറയുകയും ചെയ്യേണ്ട ബാധ്യത അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വന്നത് അപ്പോസ്തലന്മാരുടെ മുകളിലാണെന്നും കർത്താവിനെ നേരിട്ട് കാണുകയും പരിചയിക്കുകയും കർത്താവിന്റെ ടീച്ചിങ്സ് നേരിട്ട് കേൾക്കുകയും ചെയ്ത ഈ മഹത് വ്യക്തികൾ അവർക്ക് ലഭിച്ചതും അവരുടെ ഓർമ്മയിലുള്ളതുമായിട്ട് പരിശുദ്ധാത്മാവ് അവർക്ക് കാണിച്ചു കൊടുത്തതുമായിട്ടുള്ള അവർക്ക് എംഫസൈസ് തോന്നിയ രീതിയിലുള്ള, കാരണം ഓരോരുത്തർക്കും ഓരോ എംഫസൈസ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഇതിന്റെ തുടക്ക സമയത്ത് തന്നെ ചിന്തിച്ചതാണ്. കാരണം ഇവിടെ യഹൂദനായിട്ടുള്ള ഒരു വ്യക്തി ആ യഹൂദ ഭാഷയിൽ യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതപ്പെട്ട ഒരു സുവിശേഷമാണ് ഈ മത്തായിയുടെ സുവിശേഷമെന്നും അതുകൊണ്ട് യഹൂദന്മാർക്ക് അത് അപ്പീൽ ചെയ്യത്തക്കവണ്ണവും യഹൂദന്മാർക്ക് മനസ്സിലാകത്തക്കവണ്ണവും യഹൂദന്മാർക്ക് അവനാണ് വരുവാനുള്ള മശിഹയെന്നും രാജാവെന്നും മനസ്സിലാകാനായിട്ടുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ലൂക്കോസ് പറയുന്ന എല്ലാ കാര്യവും മത്തായി പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ യോഹന്നാൻ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ? ഇല്ല. കാരണം മത്തായിയുടെ ഓർമ്മയിലും മത്തായിക്ക് ഈ ജനത്തോട് എഴുതി അറിയിക്കാനായിട്ട് ആവശ്യമെന്ന് തോന്നിയ ചില കാര്യങ്ങളും അദ്ദേഹം എഴുതി അറിയിച്ചെന്നേ ഉള്ളൂ. മറ്റുള്ള ഭാഗങ്ങൾക്ക് കോൺട്രഡിക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളെ നിഷേധിക്കുന്ന നിലയിലോ വിരോധമായിട്ടുള്ള ഏതെങ്കിലും സത്യം മത്തായി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. കാരണം എല്ലാം പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ചു കഴിയുമ്പോൾ ഒരേ സത്യത്തിന്റെ തന്നെ പല ഭാഗങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇവിടെ
ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ, വിമർശകരൊക്കെ ഇന്ന് ഭൂതക്കണ്ണാടി വെച്ച് സുവിശേഷ ഭാഗങ്ങളിൽ വല്ലോ കോൺട്രഡിക്ഷനും ഉണ്ടോ എന്നിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ എടുത്ത് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവയൊക്കെ ഒരേ സത്യത്തിന്റെ വിവിധ മുഖങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും, അവയെല്ലാം ചേർത്ത് വെക്കുമ്പോൾ അത് ഒന്നുകൂടെ ആ കാര്യങ്ങളൊക്കെ എൻഹാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ അത് പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഒരു അനുഭവത്തിലാണ് അതിനെ കാണാൻ കഴിയുന്നതെന്നും, അല്ലാതെ യേശു വന്ന് ഈ ശുശ്രൂഷ ചെയ്തെന്ന ഒരാളും അല്ല, മലമേൽ കയറി പ്രസംഗിച്ചിട്ടില്ല എന്ന് വേറൊരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് കോൺട്രഡിക്ഷൻ വരുന്നത്. ഇത് ഒരേ സത്യത്തിന്റെ തന്നെ പല കാര്യങ്ങള് ഓരോരുത്തര് അവരുടെ ഹൈലൈറ്റ്സ് അനുസരിച്ച് അതിനെ വിശദീകരിച്ചപ്പോൾ അവരവർക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ഹൈലൈറ്റ് ചെയ്തു, മറ്റുള്ള ഭാഗങ്ങൾ അവര് ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും ഒരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. നോക്കിയാട്ടെ, യേശു അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, അപ്പൊ നമുക്കറിയാം, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഈ ആൾക്കാരെ കണ്ടിട്ട് കർത്താവ് അവരെ ഉപദേശിച്ചതായിട്ടും നമുക്ക് കാണാനായിട്ട് കാരണം ഈ ആൾക്കാരെ കണ്ടപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് പോലെയുള്ള ബാഹ്യമായിട്ടുള്ള ചില ഒരു വിശപ്പും അവർക്കല്ലെങ്കിൽ വസ്ത്രധാരണത്തിനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ഭൗതിക ആവശ്യങ്ങൾ മാത്രമല്ല, അവന്റെ അന്തരാത്മാവിലേക്ക് കടന്ന് അവന്റെ ആത്മാവിന്റെ ആവശ്യം എന്താണെന്ന് ഗ്രഹിക്കാൻ കർത്താവിന് കഴിഞ്ഞു. കർത്താവ് ഇടപെടുന്നത് കേവലം ബാഹ്യ മനുഷ്യനെ നിയന്ത്രിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയോടും മാത്രമല്ല കർത്താവ് ഇടപെട്ടിരിക്കുന്നത്. കർത്താവ് ഇടപെട്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിൽ അവന്റെ അന്തസത്ത എന്താണോ, അവന്റെ ആത്മാവിൽ അവൻ ആരാണോ, ആ ആത്മാവിലുള്ള അവന്റെ ആവശ്യത്തോടും ആത്മാവിലുള്ള അവന്റെ ദാഹത്തോടും ആത്മാവിലുള്ള അവന്റെ വിശപ്പിനോടും ഇങ്ങനെയുള്ള കാര്യങ്ങളോടാണ് കർത്താവ് ഡയറക്റ്റ് ആയിട്ട് മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കർത്താവ് ഇവരെ കണ്ട് മനസ്സലിഞ്ഞ് അവരോട് പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതൊരിക്കലും അവന്റെ ചില ഭൗതിക ആവശ്യങ്ങൾ കണ്ടിട്ടോ അങ്ങനെ മനസ്സലിഞ്ഞു എന്നുള്ളതല്ല. ക്രിസ്തുവിനെ കൂടാതെ അല്ലെങ്കിൽ ഈ ന്യായപ്രമാണമൊക്കെ ചെയ്യാനായിട്ട് പരിശ്രമിച്ച് പരാജയപ്പെട്ട് ഒരു കപടഭക്തിയുടെ പുറന്തോടിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവർക്ക് യഥാർത്ഥ ജീവിതം എന്താണെന്നും യഥാർത്ഥത്തിലുള്ള ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന ആ ബ്ലെസ്സഡ്നെസ്, ആ അനുഗ്രഹങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാനാണ് കർത്താവ് ഇത് ഉപയോഗിച്ചത്. നമുക്ക് ദൈവദാസൻ പറഞ്ഞ പോലെ തന്നെ ചില ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, നമ്മുടെ രാഷ്ട്രപിതാവടക്കം സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള പല ബുദ്ധിശാലികൾ, വ്യക്തികളൊക്കെ ക്രിസ്തുവിനെ ഈ ഗിരിപ്രഭാഷണം നിമിത്തം ആ കാര്യങ്ങളെ അത് ശരിവെക്കാനും അംഗീകരിക്കാനും അവയെ കുറെയൊക്കെ പ്രായോഗികമാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ പാപത്തിന് വേണ്ടി മരിച്ചിട്ടുള്ള ക്രിസ്തുവിനെ അംഗീകരിക്കാനായിട്ട് അവർക്കൊരിക്കലും സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവ് ഈ ഉന്നതമായ കാര്യങ്ങളെ ഈ 7-ാം അധ്യായം 29-ാം വാക്യം വരെ, 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ 7-ാം അധ്യായം 29-ാം വാക്യം വരെ വായിക്കുന്ന ഉന്നതമായ ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞ് കർത്താവ് ഇങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ, ഗോൾഡൻ റൂൾസ് എന്നൊക്കെ നമ്മൾ നേരത്തെ കേട്ടല്ലോ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? കാരണം ഈ ന്യായപ്രമാണത്തിൽ നൽകപ്പെട്ട ചില കാര്യങ്ങള് അല്ലെങ്കിൽ മനുഷ്യന് ശ്രേഷ്ഠമെന്നും നല്ലതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവയെ ഈ നിലയിലൊക്കെ പ്രായോഗികമായിട്ട് നമുക്ക് പാലിക്കാം. അതുകൊണ്ട് നീ ചെയ്യാൻ അതിന്റെ ചില പ്രായോഗിക വശങ്ങള് ഇങ്ങനെയൊക്കെ നിവർത്തിച്ചാൽ മതി എന്നൊരു നിലയിൽ നമ്മൾ ഖുർബാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. ഈ നിലയിൽ ഖുർബാൻ പറയുന്ന പോലുള്ള പരിപാടികളാണ് അവർ പലതും ആവിഷ്കരിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ വചനം നിവർത്തിച്ചു എന്ന് അഭിമാനിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതൊന്നും അല്ല യാഥാർത്ഥ്യം. ദൈവം ആഗ്രഹിക്കുന്ന സാൻമാർഗിക നിലവാരം, ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്, മോറൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്ന് കർത്താവ് വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് ക്രിസ്തുവിനെ കൂടാതെ, ക്രിസ്തുവിന്റെ സഹായം ഇല്ലാതെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു കളയാം എന്നുള്ളത് കേവലം വ്യാമോഹങ്ങൾ മാത്രമാണ്. എന്നാൽ ഒരാൾക്ക് ഒരു കർണത്തടിക്കുന്നവന് മറ്റത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ലേ? ഉടുപ്പെടുക്കുന്നവന് പുതപ്പ് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലേ?
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടിച്ചു പിടിച്ചതൊക്കെ ചെയ്യാൻ കഴിയത്തില്ല എന്നൊന്നും അല്ല. എന്നാൽ ആ ഒരു സ്വയത്തിന്റെ ശക്തിയിലോ മനുഷ്യന് അവനിൽ തന്നെ പ്രയാസമുണ്ടാകുന്ന നിലയിലുള്ള ഒരു നിലയിലോ അല്ല അത് നിവർത്തിക്കപ്പെടേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്രിസ്തുവിനെ കൂടാതെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാനോ ചെയ്യാനോ കഴിയുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഇത് നടപ്പാക്കാനായിട്ടും ചെയ്യാനായിട്ടും എഴുതപ്പെട്ടിട്ടുള്ളതല്ലേ? നിശ്ചയമായിട്ടും അതെ. ഇത് നടപ്പാക്കാനും നമുക്ക് അനുവർത്തിക്കാനും ചെയ്യാനുമായിട്ട് തന്നെ നൽകപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അത് ക്രിസ്തുവുമായിട്ട് കർത്താവുമായിട്ട് ചേർന്ന് ക്രിസ്തു ഹൃദയത്തിൽ വന്നിട്ട് അവൻ നമ്മുടെ ശക്തിയായിട്ടും അവൻ നമ്മുടെ നീതിയായിട്ടും അവൻ നമ്മുടെ ശുദ്ധീകരണമായിട്ട് തീർന്നു കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടതായിട്ടുള്ള സാൻമാർഗിക നിലവാരമാണ്, ചില എത്തിക്കൽ സ്റ്റാൻഡേർഡുകളാണ്, മോറൽ സ്റ്റാൻഡേർഡുകളാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും പറഞ്ഞു. ക്രിസ്തുവിനെ കൂടാതെ അത് നടപ്പാക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. ഈ ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമെന്ന് പറയുന്നത് അവർ ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായിട്ട് എടുക്കുകയും നല്ല കാര്യങ്ങളാണെന്ന് സർട്ടിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം ക്രിസ്തുവിനെ കൂടാതെ ഇത് അവർക്ക് തന്നെ അവരുടെ സ്വന്തം ശക്തി കൊണ്ട് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് അവർക്ക് അത് പുറമേ ചില രാഷ്ട്രീയക്കാർക്ക് ആൾക്കാരെ ആകർഷിക്കാനായിട്ട് ചെയ്യുന്ന ചില ഗിമ്മിക്സുകളായിട്ട് മാത്രമേ അവർക്കത് തീർന്നിട്ടുള്ളൂ. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവര് സ്വാർത്ഥരായിരുന്നു, അവര് സെൽഫ് സെന്റേഡ് ആയിരുന്നു, അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന വ്യക്തികളായിരുന്നു എന്നുള്ളതും ചരിത്രത്തിന്റെ താളുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. അവര് പറഞ്ഞ ചില വാക്കുകളോ അവര് കാണിച്ച ചില ഗിമ്മിക്സോ കൊണ്ടല്ല നമ്മൾ അവരെ മനസ്സിലാക്കുന്നത്. അവർ എത്തരം വ്യക്തികളായിരുന്നു എന്നുള്ളത് അവരുടെ സന്തത സഹചാരികളും അവരോട് കൂടെ പ്രവർത്തിച്ചിട്ടുള്ളവരും അവരോട് കൂടെ നടന്നിട്ടുള്ളവരുമായിട്ടുള്ള ചില വ്യക്തികള് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കേവലം ചില ക്രിസ്തീയ ആദർശങ്ങൾ നടപ്പാക്കാനായിട്ട് പരിശ്രമിച്ചു, അത് വലിയ കാര്യങ്ങളാണെന്ന് സർട്ടിഫൈ ചെയ്തത് കൊണ്ട് മാത്രം ആരും വലിയവനായിട്ടില്ല, ആരും ശ്രേഷ്ഠരായിട്ടില്ല, ആരും ദൈവത്തെ അറിയുന്നവരുമായി തീർന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഒരു ഭയനിർദ്ദേശത്തിന് വേണ്ടി നമ്മൾ ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ്. അതുകൊണ്ട് ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും കർത്താവിന് വേണ്ട. കാരണം ഇത് നമുക്കറിയാമല്ലോ, ന്യായപ്രമാണം നൽകിയിട്ട് തന്നെ അത് നിവർത്തിക്കാനായിട്ട് വിമ്മിഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരുന്ന ഒരു മനുഷ്യന്റെ മുന്നിലാണ് അതിനേക്കാളും എത്രയോ ഉന്നതമായ നിലയിൽ അത് ബാഹ്യമായിട്ട് നീ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴല്ല, അങ്ങനെ ഒരു മനോഭാവം നിന്നിൽ വരുമ്പോൾ തന്നെ നിന്നിൽ ആ പാപമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കർത്താവ് വെളിപ്പെടുത്തുകയും കർത്താവ് ആഗ്രഹിക്കുന്ന നീതിയും കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരവും എന്ന് പറയുന്നത് എത്രയോ നക്ഷത്രങ്ങൾക്ക് മുകളിലുള്ള ഒരു സ്റ്റാൻഡേർഡ്, അതിന് നമുക്ക് പറയാവുന്ന നിലയിൽ അതുപോലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് കർത്താവ് പ്രതീക്ഷിക്കുന്നതെന്നും, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറവിൽ നിന്ന് മാത്രമേ ഒരു വ്യക്തിക്ക് അത് സാധിക്കത്തുള്ളൂ എന്നും, മനുഷ്യൻ സർവ്വതാ ഞാൻ ശ്രേഷ്ഠനാണ്, സർവ്വതാ ഞാൻ യോഗ്യനാണ് എന്ന് അവനെ തന്നെ ഹൈലൈറ്റ് ചെയ്യുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഒരിക്കലും നിർവഹിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇത് എന്ന് അവൻ ആദ്യം മനസ്സിലാക്കണം. ഈ ഗിരിപ്രഭാഷണത്തിലേക്ക് പ്രത്യേകിച്ച് കർത്താവ് ഈ പറയുന്ന ഭാഗ്യങ്ങളെ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ക്രിസ്തുവിനെ കൂടാതെ ഒരിക്കലും സാധിക്കത്തില്ല. കർത്താവ് ഇത് പറഞ്ഞ കർത്താവിന്റെ കൃപയും അവൻ നമ്മളിൽ വസിച്ചിട്ടല്ലാതെ നമുക്കിത് നിവർത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നിശ്ചയമായും ഒരു വ്യക്തി ഗ്രഹിച്ചിരിക്കേണ്ടത് ആണ്. നമുക്കറിയാമല്ലോ, ആത്മാവിൽ അവൻ ഉപദേശിച്ചത് എന്തെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ഈ ആത്മാവിലെ ദാരിദ്ര്യമല്ല അന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ചില ബസ്സുകളൊക്കെ ഉണ്ട്, അതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. ഈ ദൈവരാജ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ കൊണ്ടുവന്ന് ടൗണിലിടും. അപ്പൊ മലയോര പ്രദേശങ്ങളിലേക്കൊക്കെയുള്ള ബസ്സാ. അതിൽ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബസ് വിടുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ തന്നെ ബസ് ദൂരെ ഒരു മരത്തിന്റെ ചവിട്ടി കൊണ്ടിടും. ബസ് സ്റ്റാൻഡിൽ കയറത്തില്ല, കുറച്ച് ദൂരെ കൊണ്ടിടും. അറിയാവുന്ന ആൾക്കാരൊക്കെ നേരത്തെ പോയി അതിലൊരു തൂവാല അങ്ങ് വിരിച്ചു വെക്കും. വിരിച്ചു വെച്ചതിന് ശേഷം പിന്നെ അവർ ഷോപ്പിങ്ങിനും പരിപാടിക്കും ഒക്കെ പോയി ബസ് വിടാറാകുന്ന സമയത്ത് അതേ കയറിയിരുന്നാൽ മതിയല്ലോ എന്നുള്ള ഒരു ഉറപ്പോടുകൂടെ പോകുന്നത് ഞാൻ കണ്ടു. അതാ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. കാരണം ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് സീറ്റ് ഉറപ്പാക്കി ഇനിയിപ്പം മുന്നോട്ട് എങ്ങനെ ധൈര്യമായിട്ട് അങ്ങ് പോയേക്കാം എന്നുള്ള നിലയിൽ അഭിമാനിച്ച് ദുരഭിമാനത്തോടെ പോകുന്ന ഒരു അനുഭവം അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു, എന്റെ ശ്രേഷ്ഠത ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞു, ദൈവരാജ്യത്തിൽ പോകാനും ക്രിസ്തു വരുമ്പോൾ അവനോടുകൂടെ ചേർക്കപ്പെടാനുമുള്ള യോഗ്യതകളൊക്കെ എനിക്ക് ആയി കഴിഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, ഇന്നതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അഭിമാനിച്ച് ക്രിസ്തുവിനോട് അകന്നുള്ള ഒരു ജീവിതം ഇനി ജീവിച്ചാലും കുഴപ്പമില്ല, ഇനി എന്റെ സീറ്റ് അവിടെ ഉറപ്പാക്കി കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ, യഹൂദ പശ്ചാത്തലത്തിലുള്ള വ്യക്തികളോടാണല്ലോ ഇത് എഴുതിയേക്കുന്നത്. അപ്പൊ അവരോട് പറയുന്നത്, നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ യോഗ്യതയല്ല, ദൈവരാജ്യത്തെ നമ്മൾ സമീപിക്കുമ്പം അതിനുള്ള അയോഗ്യതയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കർത്താവ് തന്നെ കടന്നു വന്നപ്പോ പറഞ്ഞല്ലോ, വിശപ്പ് ഉള്ളവൻ ആഹാരം വേണ്ടത്, രോഗിക്കാണ് വൈദ്യനെ വേണ്ടത്. ഒരു ഡോക്ടർ അടുത്ത് ചെന്നിട്ട് പറയാ, ഡോക്ടർ എങ്ങനെ സുഖമല്ലേ, എന്താ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അത് ഡോക്ടർക്ക് സുഖമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നേ, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടെന്നല്ലാന്ന് ഒരു ഡോക്ടറോട് പോയി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് സമയം മെനക്കെടുത്തല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞതുപോലെയാ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ക്രിസ്തുവിന് നമുക്ക് വേണ്ടി എന്താണോ ചെയ്തു തരാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, അത് നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അറിയുകയും അത് നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് നടന്നിട്ട് എന്നാ കാര്യം? ഈ ദൈവരാജ്യത്തിന്റെ വക്താക്കളായിട്ട് നടന്നിട്ട് എന്നാ കാര്യം? ആരെങ്കിലും ഇന്ന്, പണ്ടത്തെ കാലത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ബന്ധുക്കോസുകാരോട് ചോദിച്ചാൽ പോലും ഇന്ന് മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകുമോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപദേശിമാരടക്കം ഒന്ന് സ്തബ്ധരായിട്ട് തീരും. കാരണം എന്താണ് കർത്താവ് നമുക്ക് നൽകി തന്നത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഇത് വെറുതെ പറയുന്നതല്ല, പല സഭകളിൽ പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഒരു ബന്ധുക്കോസുകാരനോ അല്ലെങ്കിൽ ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിനോ അങ്ങനെ പറയുന്നതിൽ ഒരു മടിയുമില്ലായിരുന്നു. ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും എന്ന് താഴ്മയോടെ അവർക്ക് പറയാനായിട്ട് കഴിയും. എന്നാൽ ഈ ക്രിസ്തു നൽകുന്നത് എന്താണെന്ന് ഉറപ്പില്ലാതെ ചില കർമാചാരങ്ങളാണ് ഇതിന്റെ കുറവായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലോ ദൈവം ആഗ്രഹിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് സാത്താൻ അവന്റെ ജീവിതത്തിൽ പല കുറ്റബോധങ്ങളും ഇടുന്നത് കൊണ്ട് പലപ്പോഴും അതിന് സാധിക്കാത്തവരായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനത്തെയാണ് നമ്മൾ. അപ്പം ഒന്നാമത് തിരിച്ചറിയേണ്ട കാര്യം, നമ്മുടെ ഒന്നുമില്ലായ്മ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ ദൈവരാജ്യം കൊണ്ടും സുവിശേഷം കൊണ്ടും നമുക്ക് ഒരു നന്മയുമില്ല എന്നുള്ളതാ. നമ്മുടെ ആത്മീയ പാപ്പരത്വവും സുവിശേഷത്തിലേക്ക് ക്രിസ്തുവിനടുത്തേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അവൻ എന്താണ് റിയലായിട്ട് വേണ്ടത്? കർത്താവെ, എന്റെ ജീവിതത്തിലെ കുറവുകൾ, കർത്താവെ, ഞാൻ പരിശ്രമിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ കഴിയാതെ വണ്ണമുള്ള എന്റെ ആത്മാവിലെ ദാരിദ്ര്യം, കർത്താവെ, എനിക്ക് നിന്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന സാൻമാർഗിക നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയാതെ വണ്ണം വളരെ അധപ്പതിച്ചു പോയ ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് ക്രിസ്തുവിലേക്ക് നടക്കുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് കർത്താവ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, അപ്പോസ്തലന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം നാം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള സത്യം നമുക്കറിയാമല്ലോ. നോക്കിയാട്ടെ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പൊ ആദ്യം പറഞ്ഞ സ്വർഗരാജ്യം അവർക്കുള്ളത്, ആത്മാവിൽ ദരിദ്രരായവർ. ഒരു നിലവാരത്തിൽ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വ്യക്തികൾക്ക്, അവർക്ക് ആണ് സ്വർഗരാജ്യമുള്ളത്. തങ്ങളെ തന്നെ ശ്രേഷ്ഠരായിട്ട് കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠർ എന്ന് എണ്ണുന്നതിലല്ല, അങ്ങനെയുള്ളവർക്കല്ല സ്വർഗരാജ്യം ഇരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. നമുക്കറിയാം, ലോകപ്രകാരം ദുഃഖിക്കുന്ന വ്യക്തികളുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള പോലെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഇത് ആ നിലയിലുള്ള ഒരു ദുഃഖമല്ല അത് എന്ന് നമുക്കറിയാം. നമ്മുടെ അവസ്ഥ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ദുഃഖിക്കാനും നമ്മുടെ ആത്മീയ പാപ്പരത്വവും ആത്മീയമായിട്ടുള്ള ഇല്ലായ്മയും തിരിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് ആ ഭാഗം വായിക്കുമ്പം മനസ്സിലായിട്ടുള്ള കാര്യം. അല്ലാതെ ദുഃഖിക്കുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ ദുഃഖിക്കുന്നത് ശരിയായ കാരണങ്ങൾക്കോ അല്ലെങ്കിൽ ദുഃഖിക്കുന്നത് നിമിത്തം ദുഃഖത്തിൽ നിന്ന് ദൈവം അവർക്ക് മോചനം കൊടുക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ തന്നെ അവര് അവസാനം പറയും, എന്റെ പേർക്ക് വേണ്ടി ഒരു വ്യക്തി മരിച്ചു എന്നുള്ളത് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ അത് അവർക്ക് അവരുടെ ദുഃഖത്തിൽ തുടരുകയല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പം നമുക്കറിയാം, നമ്മുടെ ഒക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഞാൻ എന്റെ അവസ്ഥ പലപ്പോഴും ഓർക്കുക, കർത്താവെ, ഇത്രയൊരു കൊള്ളരുതാത്തവനായി പോയല്ലോ ഞാൻ എന്ന് ഞാൻ പലപ്പോഴും എന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി കാണാനായിട്ട് ഇടയായി
ഇടയായി തീർന്നത്. കർത്താവ് ഇത്ര കഴിവില്ലാത്തവനും ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണല്ലോ എനിക്കുള്ളത് എന്ന് ദുഃഖിച്ചിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ. കാരണം ഞാൻ ഒരു ഇരുട്ടിന്റെ നടുക്കാണ്, ഇരുട്ടിൽ നിന്ന് വിടിവിക്കുന്ന ആരെങ്കിലും ഉണ്ട്? ദുഃഖിക്കുവാനായിട്ട് നമ്മുടെ അവസ്ഥയെ ഓർത്ത് ദുഃഖിക്കുന്ന നമുക്ക് അത് ആശ്വാസം ലഭിക്കും എന്നുള്ളതും, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നമുക്കറിയാം സൗമ്യത എന്ന് പറയുമ്പോൾ അതിന് പല നിലകളിൽ വ്യാഖ്യാനിക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ സൗമ്യമായിട്ട് നമുക്കറിയാമല്ലോ, സ്വരം താഴ്ത്തി ബ്രദറെ സിസ്റ്ററെ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരെ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ കാണാനായിട്ട് കഴിയും. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നതെന്നും, മറിച്ച് ദൈവരാജ്യത്തെ സൗമ്യതയോടെ കൈക്കൊള്ളാനായിട്ടും, അല്ലെങ്കിൽ ആ നമുക്കറിയാം സൗമ്യത, ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുക, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാത്ത ഒരു അനുഭവമാ ഈ, അല്ലെങ്കിൽ ഭാരപ്പെടാതെ ഇരിക്കുന്ന ഒരു അനുഭവമാ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ദൈവരാജ്യത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ കഴിയും, ഇതൊക്കെ നമ്മുടെ ഒരു സെൽഫ് ഡിനയലിന്റെ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഗുണങ്ങളെയൊക്കെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പം ആ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുകയും അങ്ങനെ ആ നിലയിൽ ദൈവരാജ്യത്തെ നമുക്ക് കൈക്കൊള്ളാനായിട്ട് സാധിക്കുമ്പോൾ നിശ്ചയമായും അത് ഭൂമിയെ അവകാശമാക്കുന്ന ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ നമുക്കറിയാം ഭൂമിയെ അവകാശമാക്കും എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം ദൈവരാജ്യത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇത് പറയപ്പെടുന്നതെന്നും, ആ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് നിത്യതയോടുള്ള ബന്ധത്തിലും ഭാവിയോടുള്ള ബന്ധത്തിലുമാണ് പറയപ്പെട്ടിരിക്കുന്നതെന്നും, ഈ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളോടാണ് ഇത് പറയുന്നതെന്നും നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഭൂമിയെ ഭരിക്കും, ഈ ഭൂമിയെ അവകാശമാക്കും, ഭൂമിയെ വാഴും എന്നുള്ള കാര്യം അവിടെ നമുക്ക് മനസ്സിലാക്കാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്നും, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഇന്നത്തെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ്. എനിക്ക് നീതി ലഭിക്കുന്നില്ല. അത് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും, സഭകളിൽ കാണാൻ കഴിയും, നമ്മുടെ വീടുകളിൽ കാണാൻ കഴിയും. വീടുകളിൽ പോലും ചിലർ പറയും, ഇന്ന ആരോടാ കൂടുതൽ സ്നേഹം, ഇന്ന ആൾക്കാണ് കൂടുതൽ പരിഗണന കിട്ടുന്നത് എന്നൊക്കെ നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ നീതി എനിക്ക് ലഭിക്കുന്നില്ല. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തത്തക്കവണ്ണം അവർക്ക് യോഗ്യതയില്ലാത്ത സൗജന്യമായ ദൈവനീതി നൽകപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അവരവരുടെ നീതിയുടെ അടിസ്ഥാനത്തിലല്ല, ക്രിസ്തു അവർക്ക് വേണ്ടി ചെയ്ത നീതിയുടെ അടിസ്ഥാനത്തിൽ അവര് തന്നെ സ്തബ്ധരായി തീരത്തക്കവണ്ണം അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത നിലയിൽ യേശു ക്രിസ്തു എങ്ങനെ നീതിമാനും വിശുദ്ധനുമാണോ അതുപോലെ ദൈവം അവരെ കരുതി അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് അവൻ നീതിമാനല്ല എന്ന് സമ്മതിക്കുകയും ക്രിസ്തുവിന്റെ നീതിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുമ്പോൾ അത് അവന് അധികമായിട്ട് ലഭിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് നമ്മൾ ഇത് പല നിലകളിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിന് ഇന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയാനും കഴിയാത്ത ഒരു നിലയിലാണ് പല ആംഗിളിൽ കൂടെ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. വലിയ ഹോളിനെസ് സഭകൾ എന്ന് പറയുന്ന സഭകളുടെ വക്താക്കൾ ഇന്റർപ്രറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അതുപോലെ സാധാരണഗതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാനായിട്ട് കഴിയും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പം നമുക്കറിയാം, നമുക്കില്ലാത്തതും അന്ന് പരീശന്മാരോടും യഹൂദ മതാനുസാരികളോടുള്ള ബന്ധത്തിൽ ഉള്ളിൽ ഉള്ള അവസ്ഥ വേറെ. അത് കർത്താവ് പറഞ്ഞതുപോലെ പലർക്കും ഈ കെട്ടിപ്പൊക്കി അല്ലെങ്കിൽ മൂടിവെച്ച ശവക്കല്ലറകളെ പോലുള്ള അനുഭവമാണ്. എന്നാൽ അവർ പുറമേ കാണിക്കുന്നത് വേറൊരു അനുഭവമാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താ?
അത് ഹൃദയശുദ്ധിയാണ്. അത് മനുഷ്യനില്ല എന്നും അത് നൽകാനായിട്ട് കർത്താവിന് കഴിയുമെന്നുമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളിൽ തന്നെ ഇത് ഹൃദയശുദ്ധി നമ്മൾ ഉണ്ടാക്കിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നാൽ അത് കിട്ടും എന്നുള്ള ഒരു അർത്ഥത്തിലല്ല പറഞ്ഞേക്കുന്നത്. അത് ഹൃദയശുദ്ധിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏത് മനുഷ്യനും അവനവന്റെ പ്രവൃത്തിയെ അനലൈസ് ചെയ്യുമ്പോൾ അവന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഞാൻ ദൈവത്തിന്റെ സന്നിധി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഉള്ള ഹൃദയശുദ്ധിയുള്ള മനുഷ്യനല്ല. പുറമേ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ലെങ്കിലും എന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചില ചിന്തകളെ ഒന്ന് അപഗ്രഥിച്ചാൽ മതി, അത് ഞാൻ കുറവുള്ളവനാണ് എന്നെനിക്ക് മനസ്സിലാകും. എന്നാൽ ഈ ഹൃദയശുദ്ധിയിലേക്ക് നമ്മളെ നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറച്ച് ഈ ഹൃദയശുദ്ധിയുടെ അനുഭവങ്ങളിൽ നമ്മുടെ ചിന്തകളെയും ആറ്റിറ്റ്യൂഡിനെയും പോലും വിശുദ്ധീകരിക്കത്തക്കവണ്ണമുള്ള നിലയിൽ ആ ഹൃദയശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നടത്താനായിട്ട് നമ്മുടെ കർത്താവിന് നമ്മൾ സാധിക്കും. എബ്രായർക്ക് എന്ന ലേഖനത്തിൽ വായിക്കുന്നല്ലോ, എല്ലാവരോടും സമാധാനം ആചരിച്ച് വിശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ആ വിശുദ്ധീകരണം കൂടാതെ നാം ദൈവസന്നിധിയിലേക്ക് പോവുകയില്ല, കാണുകയില്ല എന്ന് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമുക്കറിയാം, തുടർന്നുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നൊക്കെ ശിഷ്യന്മാരോട് അരുളി ചെയ്ത ഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടല്ലോ. കാരണം മനുഷ്യന്റെ ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് വെറുക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ സ്വഭാവം വെറുക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും അതാ ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ഒരുമിച്ചിരുന്ന ആത്മീയ കാര്യങ്ങൾ പറയുന്നിടത്തോളം നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ നമ്മുടെ ചില കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീട്ടുകാര്യം, നമ്മുടെ ആ കാര്യം, ഈ കാര്യം, ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മകളോ ബന്ധങ്ങളോ ഒന്നും കുറെ നാൾ നിൽക്കത്തില്ല. കാരണം നമ്മൾ ഇതൊക്കെ കേട്ട് മടുത്തു പോകും. പറയാൻ വന്നേക്കുന്നു, എനിക്ക് കേൾക്കണ്ട, എനിക്കിത് അറിയണ്ട. നമുക്കറിയാമല്ലോ, നമുക്ക് ഇപ്പം ഞാനും എന്റെ ആരെങ്കിലും ഒരു പ്രിയ സഹോദരങ്ങളുമായിട്ട് അടുത്തിരിക്കുകയാണെങ്കിൽ തന്നെ അടുക്കും തോറും അവരുടെ കുറച്ച് കുറവുകൾ ഒക്കെ കാണാനായിട്ട് കഴിയും. കുറവുകൾ കാണുമ്പോൾ പിന്നെ അവരെ വെറുക്കാനായിട്ടും തുടങ്ങും. കാരണം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം വെറുക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ പറഞ്ഞേക്കാണ് സമാധാനം ഉണ്ടാക്കുന്നവർ. അപ്പോ കാരണം ക്രിസ്തുവിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നതും അവൻ ആ സമാധാനം ആണ് വേണ്ടതെന്നും സമാധാനം ഉണ്ടാക്കാൻ തക്കവണ്ണം ഭൂമിയുടെ ഉപ്പായിട്ട് തീരാനും ഒക്കെ അവന് സാധിക്കുന്നത് ആ ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു അനുഭവം കൊണ്ടും അവന് സമൂഹത്തിൽ കൊടുക്കാൻ കഴിയുന്ന ഇൻഫ്ലുവൻസ് കൊണ്ടുപോവാ. അവന് സംസാരിക്കാൻ രണ്ട് വാക്ക് സംസാരിക്കാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അവൻ ആ സമാധാനമാണ് നമുക്ക് വേണ്ടത്. കാരണം ഒരു വ്യക്തിയെ വെറുക്കാനും തള്ളിക്കളയാനും ആണെങ്കിൽ നമ്മളെ ഒഴിച്ച് വേറെ ആരെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല, നമ്മളെപ്പോലും നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. ചില ഡയലോഗ് നമ്മൾ ഇടയ്ക്ക് കേട്ടിട്ടുള്ള പോലെ എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കുന്നില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുള്ളത് പോലുള്ള ഒരു കാര്യമേ നമുക്ക് തോന്നത്തുള്ളൂ. കാരണം നമുക്ക് പിടിക്കത്തില്ല, എന്റെ സ്വഭാവം എനിക്ക് തന്നെ. കർത്താവ് നമ്മളെ മാറ്റി, പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി ആ സമാധാനം ആഗ്രഹിക്കാനും വിശുദ്ധി ആഗ്രഹിക്കാനും ദൈവികമായ നന്മകൾ ആഗ്രഹിക്കാനും ഈ ലോകത്തിന്റെ മാലിന്യം വേണ്ട എന്നൊരു ചോയ്സ് എടുക്കാനും തക്കവണ്ണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തീർത്ത ആ വലിയ ദയക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷം നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടും. ഞാൻ പണ്ടൊരു അച്ഛനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, അല്ല ബ്രദറെ, അപ്പൊ ഞാൻ പരിശുദ്ധാത്മാവിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അന്ന് VP സിംഗ് ആയിരുന്നു മുഖ്യ പ്രധാനമന്ത്രി. പണ്ടത്തെ കാലമാ, ഇവിടെ ഇരിക്കുന്ന പലരും ജനിച്ചിട്ടില്ല. VP സിംഗ് ആയിരുന്നു. അപ്പൊ എന്നോട് അദ്ദേഹം പറയുക, അല്ല പാസ്റ്ററെ, ഈ VP സിംഗിനും പരിശുദ്ധാത്മാവുണ്ട്, മറ്റേ ഇന്നവർക്കും പരിശുദ്ധാത്മാവുണ്ട്, നേതാക്കന്മാർക്കൊക്കെ പരിശുദ്ധാത്മാവുണ്ട്, അവര് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ഞാൻ ഓർക്കാം. അന്ന് ബിജോ ബ്രദർ എന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്, എന്നാൽ തന്നെ ഞാൻ ഓർക്കുന്നില്ല. അപ്പം നോക്കിയാട്ടെ, ഇവിടെ ഇങ്ങനെ സമൂഹത്തിൽ നീതി വേണം എന്ന് ആക്രോശിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ നേതാക്കന്മാരിൽ പലരും അവര് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അനുഭവത്തിൽ അവർ ഈ പറയുന്ന മോട്ടോകൾക്ക്, പറയുന്ന ആദർശങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് പലരെ പറ്റിയും നമ്മൾ കേട്ടിട്ടുള്ളത്. സിൻസിയർ ടു ദ കോർ എന്ന് പറയത്തക്കവണ്ണം ഒരു വ്യക്തിയെയും നമുക്ക് കാണാനായിട്ട് പലപ്പോഴും സാധിക്കത്തില്ല. അങ്ങനെ സാധിക്കുമെങ്കിൽ തന്നെ അവര് അവസാനം പറയും, പ്രിയ
സഹോദര, എനിക്കിതൊന്നും കഴിയുന്നില്ല എന്നുള്ളതാ യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണമേന്നേ പറയത്തുള്ളൂ. കാരണം നമ്മൾ വലിയ വലിയ പല വ്യക്തികളെ നമ്മൾ കേട്ടിട്ടുണ്ട്, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഇത് കൺഫസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്, വി ആർ നോട്ട് ഏബിൾ ടു അക്കംപ്ലിഷ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളെ, ആ സിൻസിയർ ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നോക്കട്ടെ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ എന്ന് നമുക്ക്, അവർ ഭാഗ്യവാന്മാർ. അത് നമുക്കറിയാമല്ലോ. അത് ഈ ലോകത്തിന്റെ ഒരു നീതിയെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ അല്ല എന്നും, അവിടെ ഉദ്ദേശിക്കുന്നത് സ്വർഗരാജ്യ നിമിത്തമുള്ള നീതിയും സ്വർഗരാജ്യത്തിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളെ കുറിച്ചുമാണ് അവിടെ പറയുന്നതെന്നും. നമുക്കറിയാം, തന്റെ ശിഷ്യത്വത്തെ പറ്റി തന്നെ കർത്താവ് പറയുമ്പോൾ, ഒരുവന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്നെ തന്നെ അവഗണിച്ച് നിഷേധിച്ച് ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്റെ ശിഷ്യനായിരിക്കാനായിട്ട് ലോകത്തിലുള്ള സകലത്തിനേക്കാൾ അധികം നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്നും കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ പല ദൈവത്തിന്റെ വചനഭാഗത്ത് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അതിന്റെ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഇതാണ് കർത്താവ് പറഞ്ഞതായിട്ടുള്ള കാര്യം. ഈ ദൈവനീതി നിമിത്തം, എന്റെ നാമം നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ. എന്റെ ജീവിതത്തോട് വളരെ ഇടപെട്ടിട്ടുള്ള ഒരു വാക്യമാണ്. കാരണം ആ സുവിശേഷ നിമിത്തം, കർത്താവിന്റെ നാമം നിമിത്തം പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലൊക്കെ ഞാൻ ഓർക്കും. ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഇന്ന് ഓർക്കുന്നുണ്ട്. വിവരമാണോ വിവരക്കേടാന്നോ എന്നൊന്നും എനിക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഞാൻ എന്റെ മാതാവ് എന്നെ വളരെ നിശ്ചിതമായിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വളരെ രൂക്ഷമായ വാക്കുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ബൈബിളിൽ എഴുതിയേക്കുന്നത് എന്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും സകല തിന്മകളും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ എന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അമ്മ ഈ പറയുന്നതൊക്കെ യാഥാർത്ഥ്യമല്ലെന്നും അറിയാം. അതുകൊണ്ട് എനിക്ക് സന്തോഷം അമ്മ വരുന്നതെന്ന് പറഞ്ഞ് ഞാൻ ചിരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അടുത്ത ദിവസം രാവിലെ എന്നോട് എഴുന്നേറ്റ് എന്റെ അമ്മ പറഞ്ഞു, എന്റെ മോനെ, നീ എന്നോട് ക്ഷമിക്കുക, ഇനി നിനക്കെതിരെ ഞാൻ ഒരു വാക്കും ഞാൻ പറയത്തില്ല, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും മോനെ എന്ന് പറഞ്ഞ വാക്കുകൾ 40 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കാരണം കർത്താവിന്റെ നാമം നിമിത്തം ഉപദ്രവിക്കപ്പെടാനും പഴിക്കപ്പെടാനും എല്ലാ തിന്മയും നമ്മുടെ പേയത്ത്, നമ്മൾ ചെയ്തതല്ല ചെയ്യാത്ത കാര്യങ്ങള് ചെയ്തെന്നുള്ള നിലയിൽ നമ്മളെക്കുറിച്ച് തിന്മയായി പറയാനും കേൾക്കാനുമുള്ള യോഗ്യത നമുക്കുണ്ട്. അപ്പൊ സന്തോഷിക്കാനുള്ള യോഗ്യതയും കൂടെ കർത്താവ് തന്നിട്ടുണ്ട്, ദുഃഖിക്കാനുള്ള യോഗ്യതയല്ല. അപ്പോൾ നിങ്ങൾ സന്തോഷിപ്പീൻ, കാരണം സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ നമുക്ക് കർത്താവിനെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ കപടഭക്തിയും എന്ന് മാത്രമല്ല, ഇത് ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് നിറവേറ്റാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇത് ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടത് വളരെ ഇന്നവിറ്റബിൾ ആയിട്ട്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീർക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് കർത്താവ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ. ക്രിസ്തുവിനെ കൂടാതെ ഇവ ഒക്കെ നിവർത്തിക്കാനായിട്ട് സാധിക്കും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വപ്നം കാണുന്നവർ മാത്രമാണ്. യാഥാർത്ഥ്യബോധമില്ലാത്ത സ്വപ്നം എത്ര വേണമെങ്കിലും നമുക്ക് കാണാം. എന്നാൽ ക്രിസ്തു രാജാവായി, അവൻ ദൈവമായി, അവൻ കർത്താവായി, അവൻ നമ്മുടെ ഉടയവനായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ രക്ഷകനും കർത്താവുമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, വെറുക്കാൻ മാത്രമേ നമ്മുടെ മാനുഷിക സ്വഭാവത്തിൽ നമുക്ക് കഴിയത്തുള്ളെങ്കിലും പരിശുദ്ധാത്മശക്തിയാൽ സ്നേഹിക്കാനും നമ്മളെ തന്നെ നമ്മുടെ ദരിദ്രാവസ്ഥ കാണാനും അത് ഓർത്ത് ദുഃഖിക്കാനും എന്ന് മാത്രമല്ല, സൗമ്യതയോടെ ദൈവരാജ്യത്തെ അംഗീകരിക്കാനും കർത്താവ് ഇതിനൊക്കെ മതിയായവനാണ്, എന്നെ വഴി നടത്താൻ മതിയായവനാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ആയിരിക്കാനുമായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്നൊക്കെ ആ ദൈവരാജ്യത്തിന്റെ ചില മോട്ടോസിനെ കുറിച്ച്, ലക്ഷ്യങ്ങളെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് പോലെ തന്നെ ആ ഗുണങ്ങൾ നമ്മളിൽ നിറയ്ക്കാനും നമ്മളെ ആ നിലയിൽ ആക്കി തീർക്കാനുമായിട്ട് നമ്മുടെ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ഒരു ബ്ലെസ്സഡ്നെസ്സിലേക്ക്, ഇത് ഭാഗ്യവാന്മാർ, നമുക്കറിയാം ക്രിസ്തുവിലെ ദൈവത്തിന്റെ വചനം മൊത്തത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ ലോകത്തിലെ ലോട്ടറി അടിച്ചവനെ കുറിച്ചോ അല്ലെങ്കിൽ വലിയ ധനാഢ്യന്മാരുടെയോ ശ്രേഷ്ഠ വ്യക്തികളുടെയോ മക്കളായിട്ട് ജനിക്കാൻ കിട്ടിയ ഭാഗ്യത്തെക്കുറിച്ച് അല്ല ദൈവവചനം പ്രശംസിക്കുന്നത്. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ
പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെ ആകുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പ്രസ്താവിക്കുന്നത്. ആ ബ്ലെസ്സഡ്നെസ്സിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നടക്കാം. അതാണ് ബ്ലെസ്സഡ്നെസ്. നമ്മുടെ കാശ് തീരും, നമ്മുടെ ബാക്കിയുള്ള സൗകര്യങ്ങള്, നമുക്കുണ്ടെന്ന് അഭിമാനിക്കുന്ന ശ്രേഷ്ഠതകളെല്ലാം വാടി വീഴും. ഇല വാടി വീഴുന്നത് പോലെ അത് എല്ലാ സകലവും വാടി വീണു പോകും. എന്നാൽ ഈ ക്രിസ്തു തരുന്ന നീതിയും ക്രിസ്തു തരുന്ന ഈ സൗഭാഗ്യവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിത്യത വരെ നിലനിൽക്കുന്നതും അത് നിത്യതയിൽ പ്രതിഫലം തരുന്നതാകൊണ്ട് അത് പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ എന്ന് പറയുന്ന ഈ വാക്കുകൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ബിജോ ബ്രദറിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിന്ന് വിരമിക്കും.